ഇന്ത്യയിലെ 70% പോപ്പുലേഷൻ അവർക്ക് ഇഷ്ടമല്ലാത്ത ജോലികളാണ് ചെയ്യുന്നത്. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ടോപ്പ് റെസ്യൂമെ ഫോർമാറ്റ്സ് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. നമുക്കതൊന്ന് മനസ്സിലാക്കിയാലോ. ഫസ്റ്റ്, ടാർഗറ്റഡ് റെസ്യൂമെ. കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് സ്കില്ലിനെ റെസ്യൂമെയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇതുവഴി നിങ്ങളുടെ റെസ്യൂമെ എമംഗ് ടോപ്പ് ചോയ്സിലെത്താൻ സഹായിക്കും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. സെക്കൻഡ്, ക്രിയേറ്റീവ് റെസ്യൂമെ. ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സും അതുപോലെ മാർക്കറ്റേഴ്സുമാണ് ഈ ഒരു റെസ്യൂമെ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. ഇതുവഴി നിങ്ങളുടെ റെസ്യൂമെ കുറച്ചുകൂടി ഇംപ്രസീവ് ആക്കാനും ഐ ക്യാച്ചി ആക്കാനും സഹായിക്കും. ഇനി നിങ്ങളൊരു IT ഫീൽഡിലോട്ടാണ് കരിയർ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. തേർഡ്, ക്രോണോളജിക്കൽ റെസ്യൂമെ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും സ്റ്റഡി കരിയർ പാത്ത് ഫോക്കസ് ചെയ്യുന്നവരുമാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ക്രോണോളജിക്കൽ ഓർഡറിൽ അവരുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽ ആയി തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് സഹായിക്കുന്നു. കരിയറിൽ 2+ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ ഒരു മെത്തേഡ് കൂടുതലായും യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഹെൽപ്ഫുൾ ടിപ്സിനായി പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.